കർത്താവേ, എന്തൊക്കെയാ ജോ നീ പറയുന്നേ? വിജയ് അങ്ങനൊക്കെ ചെയ്യുവോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയാൾക്കിത് എന്ത് പറ്റിയതാവും? വിജയ് നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? നിന്നോടൊന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ മമ്മി, ആ സംസാരവും പെരുമാറ്റവും ഒന്നും നമുക്ക് പരിചയമുള്ളൊരു വിജയ് പണിക്കരുടേതായിരുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ കരുതുന്നതിനേക്കാൾ ഗുരുതരമായ എന്തോ ഒരു ട്രാജഡി ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്കിളിന്റെ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. പുറം ലോകം അറിയാതെ അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം അങ്കിളിൻ്റേത്. അത് കഴിഞ്ഞിട്ട് മാത്രം ആരെങ്കിലും അന്വേഷിച്ച് ചെന്നാൽ മതിയെന്ന് വളരെ കർശനമായി തന്നെ എന്നോട് പറഞ്ഞു. അതായത് അങ്കിൾ പറയാതെ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാതെ വിജയങ്കിൾ ആരുടെയും പ്രസൻസ് അവിടെ ആഗ്രഹിക്കുന്നില്ല. ആരെയും അകത്തേക്ക് കയറാൻ പോലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അത്രമാത്രം ഫ്രാൻറ്റിക്കായ ഒരു സിറ്റുവേഷനിലായിരുന്നു ആ മനുഷ്യൻ. അതുകൊണ്ട് മമ്മിയോട് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ച് മമ്മി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്കിൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാളെ കൂടുതൽ ഭീകരമായൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേക്കും. അത്തരം അഗ്രസീവായ ഒരു അവസ്ഥയിൽ കൂടെ ഉള്ളവരെ ഉപദ്രവിച്ചേക്കാനും സാധ്യതയുണ്ട്. നമ്മളായിട്ട് എന്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്? ഗീതയെ കണ്ടില്ലേ നീ? അതോ ഗീതയെ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണോ? ആയിരിക്കാം. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെയും പുറത്തിറങ്ങരുതെന്നും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്നും അങ്കിളിന്റെ വക സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആന്റിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജോ, അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ നമുക്കിത് കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മോനെ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മമ്മി ടെൻഷനാവാതെ. അങ്കിൾ അങ്ങനെ പറയുന്നു വെച്ച് നമ്മളത് വിട്ടുകളയൊന്നുമില്ല. ഇന്ന് OT ഡ്യൂട്ടി ആയതുകൊണ്ട് മറ്റൊന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമില്ല. ഏതായാലും ഇന്നൊരു ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വന്നിട്ട് നമുക്ക് എല്ലാ വഴികളും ആലോചിച്ച് വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കാം. വളരെ ബുദ്ധിപൂർവം വേണം നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ. ഏതായാലും മമ്മി തനിച്ചങ്ങോട്ട് പോകുമെന്നും വേണ്ട കേട്ടോ. ടീച്ചർ വേഗം റെഡിയായിട്ട് വരാമെങ്കിൽ ഞാൻ ചർച്ചിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട ജോ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം കേട്ടിട്ട് എന്റെ മനസ്സും ശരീരവും ആകെ തളർന്നുപോയി. നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ഓക്കെ മമ്മി, OT കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ബൈ. ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെയാ എന്നിരാമേ. പുറത്തു നിന്നുള്ള ഒരാളുടെ പ്രയോഗം തന്നെയാ ആരൂഢത്തിൽ തെളിയുന്നത്. അത് നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരപ്പെട്ട പ്രയോഗമൊന്നുമല്ല. തെളിച്ചു പറഞ്ഞാൽ നല്ല ഉഗ്രൻ കാളകൂടത്തിലാ പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? അതായത് കൈവശം തന്നെയാണെന്നാണോ ജ്യോത്സ്യര് പറയുന്നത്? എന്താ സംശയം? പ്രശ്നത്തിൽ അത് തന്നെയാ കാണുന്നത്. എന്നുവെച്ചാ കടുത്ത പ്രയോഗം തന്നെ. ലോഹപ്പൊടിയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഈശ്വര, കുഴപ്പാവോ? കുഴപ്പമായി കഴിഞ്ഞിരിക്കുന്നു, കൂട്ടിക്കൊള്ളൂ. ഇനി മറുകൃതിയെ രക്ഷയുള്ളൂ. പരിഹാരം ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഈ കൃത്യം ആരാണോ ചെയ്തത് അയാളുടെ അടിമയാകേണ്ടി വരുമെന്നാണ് സാക്ഷ്യം കാണുന്നത്. കുട്ടി ഇപ്പോ ഏകദേശം അങ്ങനെ ഒരു ഘട്ടത്തിലാണെന്ന് വ്യക്തമാണ്. എന്താ ജ്യോത്സ്യരെ ഇതിനൊരു പരിഹാരം? പരിഹാരമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തിരി കാശ് ചെലവ് കാണുന്നുണ്ടല്ലോ ഇന്ദിരാമേ. കാശൊരു വിഷയാക്കണ്ട ജ്യോത്സ്യരെ. പരിഹാരം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പരിഹാരം പ്രതിക്രിയ തന്നെ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു കർമ്മം തന്നെയാ ഇതും.
അതിന് പറ്റിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആള് സ്ഥലത്തുണ്ടാവും. നല്ല തിരക്കുള്ള ആളാണേ. മാസത്തിൽ 3/4 പങ്കും ആൾ അന്യനാട്ടിലാവും. ആളെ കിട്ടിയാൽ നിങ്ങളുടെ നല്ല കാലമാണെന്നേ ഞാൻ പറയും. കാശ് എത്ര ചെലവായാലും വേണ്ടിയില്ല ജോത്സരെ, ആളെ നമുക്ക് ഉടനെ തന്നെ കിട്ടണം. എത്രയും വേഗം ഈ ഊരാക്കുടുക്കിന്ന് ജോത്സർ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു തന്നേ പറ്റൂ. ഇന്ദിരാമ്മ വിഷമിക്കണ്ട. ആള് ഏറ്റാൽ ഏറ്റതാ. പിന്നെ കൊച്ചുമോളെ നല്ല മിടുമിടുക്കിയായിട്ട് കയ്യിലോട്ട് തരും. സിദ്ധനെന്ന് വെച്ചാൽ മഹാസിദ്ധനാ. വീട്ടു സാധനങ്ങളൊക്കെ ഏറിയ 2-3 ദിവസത്തേക്കേ കാണുള്ളൂ. അത് സാരമില്ല, വേണ്ട സാധനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി. ഡോർ ഡെലിവറി ഉണ്ടല്ലോ. അത് വേണ്ട വേപ്പി, ഒന്നും വാങ്ങണമെന്നില്ല. ഒരു വീട്ടമ്മ എന്ന നിലയിൽ അടുക്കളയിലെ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞാൽ വേണ്ട സാധനങ്ങൾ വീട്ടിലെത്തുമെന്ന് എനിക്കും അറിയാം. പക്ഷെ ഇതൊരു വീടാകണമെങ്കിൽ വേണ്ടത് സമാധാനവും സ്വസ്ഥതയാണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എവിടെയാ വിളിച്ച് പറയേണ്ടത്? ബിപി അവിടെ ഇരിക്ക്, എനിക്ക് സംസാരിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, ബിപി കേട്ടേ പറ്റൂ. എത്ര നാളാ എന്നെ അപ്പൂനെയും ഇങ്ങനെ പുറംലോകം കാണാതെ പൂട്ടിയിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? 1 മാസത്തേക്കോ? അതോ 1 വർഷത്തേക്കോ? അതോ ഞങ്ങളുടെ മരണം വരെയോ? എത്ര നാളത്തേക്കായി തടവ് ശിക്ഷ? അതൊന്ന് പറഞ്ഞതാ. തടവും ശിക്ഷയൊന്നും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, നിങ്ങളോടൊപ്പം ഞാനും അതൊക്കെ അനുഭവിക്കുന്നു. എത്ര നാളായാലും അവളെ മനസ്സ് മാറുന്നവരെ ഇത് തുടരാനാ തീരുമാനം. ഇല്ല, അവിടെ വിപിക്ക് തെറ്റി. നിങ്ങളിനി ആയുഷ്കാലം മുഴുവൻ പൂട്ടിയിട്ടാലും ഈ പ്രവൃത്തിക്ക് മുന്നിൽ അവളുടെ മനസ്സ് മാറില്ല. അവളുടെ വാശി കൂടുകയുള്ളൂ. കൂടുന്നെങ്കിൽ കൂടട്ടേന്നേ, വാശി എനിക്കുണ്ട്. അവളുടെ അച്ഛനാ ഞാൻ. അപ്പം ഞാൻ പറയുന്ന അവളെ അനുസരിക്കണം. അല്ലാതെ ഞാനല്ല അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടത്. താൻ ആദ്യം അത് മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാ ഞാൻ വിപിയോട് ഇപ്പൊ സംസാരിക്കുന്നത്. നോക്ക്, അപ്പുവിന്റെ പ്രശ്നം ഇങ്ങനെയല്ല പരിഹരിക്കാൻ നോക്കേണ്ടത്. സ്വയം പ്രഷറിലാവുകയോ അല്ലാതെ അവളെ പ്രഷറിലാക്കിയോ അല്ല ഇതിനൊരു പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ എങ്ങനെ വേണമെന്നാ താൻ പറയുന്നത്? സ്നേഹിച്ചും ശാസിച്ചും ഉപദേശിച്ചും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതല്ലേ. ഇതിലപ്പുറം ഞാൻ എന്തു വേണം? അവള് കാരണം എന്തൊക്കെ ഞാൻ അനുഭവിച്ചു, ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. വയ്യ ഗീത, പുറത്തിറങ്ങിയ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പേടിയാ എനിക്ക്. സ്വസ്ഥമായി എനിക്ക് എന്റെ തൊഴിലെടുക്കാൻ കഴിയുന്നില്ല. മനസ്സിരുത്തി ഒന്നും വായിക്കാനോ എഴുതാനോ കഴിയുന്നില്ല. ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാനോ ഒരു നേരത്തെ ആഹാരം സമാധാനത്തോടെ കഴിക്കാനോ പറ്റുന്നില്ല. എന്തിനാ ഗീത ഇങ്ങനൊരു ജീവിതം? ഇതിലും ഭേദം എല്ലാം അടച്ചുപൂട്ടി ഇവിടെ ഇങ്ങനെ കഴിയുന്നത് തന്നെയാ. വിശപ്പോ ദാഹോ ഉറക്കോ ഇല്ലാതെ ഇതിനുള്ളിൽ എല്ലാവർക്കും കൂടി എരിഞ്ഞടങ്ങി അങ്ങ് തീരാന്നേ. സ്വയം അത് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ചെയ്താ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ പത്രത്തിൽ നമ്മുടെ ഫോട്ടോ നോക്കി ചിരിക്കും. ഇങ്ങനൊരു പോഴന്റെ ഉപദേശം കേട്ടുകൊണ്ടാണല്ലോ ജീവിത വിജയം നേടാൻ ഇറങ്ങിയതെന്ന് പരിഹസിക്കും. മരിച്ചാലും എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. കൊള്ളാം, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. നന്നായി. ഈ ഒളിച്ചോട്ട് ഒരു ആത്മഹത്യ തന്നെയാ. മറ്റേത് ഒറ്റയടിക്ക് അവസാനിപ്പിക്കുന്നു. ഇത് ഇഞ്ചി ഇഞ്ചായി നരകിച്ച് മരിക്കുന്നു.
ആദ്യത്തെക്കാൾ ഭീകരമാണ് ഈ അവസ്ഥ. ഞാൻ പിന്നെ എന്ത് വേണം? അതുകൂടി താൻ എനിക്കൊന്ന് പറഞ്ഞതാ. അതെ, അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. ഈ ഭ്രാന്തൊന്ന് മതിയാക്ക്, അതാണ് ആദ്യം വേണ്ടത്. ഭ്രാന്തോ? ആർക്ക്? ആർക്കാ ഭ്രാന്ത്? അതെ, ഇത് ഭ്രാന്ത് തന്നെയാ. ഭാര്യയും മകളെയും പൂട്ടിയിട്ട് സ്വയം തടവ് ജീവിതം ആസ്വദിക്കുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി ഭ്രാന്ത് തന്നെയാ. നിങ്ങളായിട്ടത് മതിയാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാനായിട്ടത് അവസാനിപ്പിക്കാൻ പോവാ. കണ്ടും കേട്ടും അനുഭവിച്ചും അത്രയ്ക്ക് മതിയാ എനിക്ക്. എന്താ താൻ പറഞ്ഞത്? മതിയായെന്നോ? എന്ത് മതിയായെന്ന്? ആരെ മതിയായെന്ന് പറയണം. എന്നെ മതിയായെന്നോ അതോ എന്നോടൊപ്പമുള്ള ജീവിതം മതിയായെന്നോ? പറ. ജീവിതം, ഇതിനെ ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കാൻ BP ഇപ്പോഴും ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം എനിക്കും അപ്പൂനും ആവശ്യമില്ല. എന്നുവെച്ചാ എന്താ താൻ ഉദ്ദേശിക്കുന്നത്? എന്റെ കൂടെ കഴിയാൻ താല്പര്യമില്ലെന്നോ? നിങ്ങളുടെ കൂടെ ഈ വീട്ടില് നിങ്ങളുടെ ഭാര്യയായിട്ട് അപ്പൂന്റെ അമ്മയായിട്ട് കഴിയണമെന്ന് തന്നെ ആഗ്രഹം. എന്നുവെച്ച് ഇപ്പൊ ജീവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഈ തടവ് ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. എനിക്ക് എന്റെ മോളും ഭർത്താവും ഒത്ത് പണ്ടത്തെ പോലെ സ്വസ്ഥമായിട്ട് കഴിയാൻ ആഗ്രഹം. മോളോ? ഏത് മോള്? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ തനിക്ക്? പറയടോ, പറ്റുമോ തനിക്കതിന്? അവളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളെന്റെ മോളാണെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറയും. അവളെ കൊണ്ട് ഞാനത് പറയിക്കും. അതിനാ എന്റെ ശ്രമവും. പറ്റില്ല ഗീത. താൻ എത്ര ശ്രമിച്ചാലും തന്നെ കൊണ്ട് തന്നെ സാധിക്കില്ല. അത് മനസ്സിലായപ്പോഴാ ഞാൻ ഈ തീരുമാനമെടുത്തത്. VPയുടെ എന്റെയും വഴി രണ്ടും രണ്ടാണ്. ഇത്രയും നാളും ഞാൻ VPയുടെ വഴി നടന്നില്ലേ? അത് വിജയിച്ചില്ലല്ലോ. ഇനി ഞാൻ എന്റെ വഴിയൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദയവേത് VP അതിന് തടസ്സം നിൽക്കരുത്. അപ്പൂന്റെ മുറി ഞാൻ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഈ വീട്ടിൽ ആരെയും പൂട്ടിയിടാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് VP ആയിട്ട് പൂട്ടിയ പൂട്ടൊക്കെ VP ആയിട്ട് തന്നെ തുറക്കണം. നോ, അത് നടക്കില്ല. നടക്കും, നടക്കണം. അല്ലെങ്കിൽ എനിക്ക് അപ്പൂന് വേറെ വഴി നോക്കേണ്ടി വരും. അപ്പു, മോളെ അപ്പു, എന്താ മോളെ നീ ഒന്നും കഴിക്കാതിരുന്നേ? അച്ഛനത് എന്ത് ഭാവിച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പു. എനിക്കിപ്പോ നിന്റെ കാര്യത്തെക്കാൾ പേടി അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. എന്നെ പൂട്ടിയിട്ട് മര്യാദ പഠിപ്പിക്കുക അച്ഛൻ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ മനസ്സിങ്ങനെയായി പോയതിന് ഞാൻ എന്ത് പഴിച്ചു?
അച്ഛൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിച്ചില്ലേ? ഇനിയും ഞാൻ അനുസരിച്ചോളാം. ആരെയും കാണാതിരിക്കാം, ആരോടും മിണ്ടാതിരിക്കാം, എങ്ങും പോവാതിരിക്കാം. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് പോലെ എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കാമേ. അപ്പോ അച്ഛനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അച്ഛന് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന ആർക്കും. എങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരാൻ അച്ഛനോട് പറ. ഒരിക്കൽ ചെയ്ത് പരാജയപ്പെട്ടതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ പേടിച്ചിട്ടാ. ആരും അറിയാതെ എന്നെ ഒന്ന് അവസാനിപ്പിച്ച് തരാൻ പറ അച്ഛനോട്. ശരിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ അമ്മേ. എന്റെ കൈകൊണ്ട് സൂയിസൈഡ് നോട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം. അതിലപ്പുറം എനിക്കിപ്പോ ധൈര്യം ഇല്ലാത്തോണ്ടാ. അച്ഛന്റെ കൈകൊണ്ടാകുമ്പോ ഞാൻ പേടിക്കില്ല. എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ ഞാൻ. അപ്പോ നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കാ ഞാൻ. അതിന്റെ കൂടെ നീയും കൂടെ എന്നെ. നീ ഒന്ന് റെഡിയാവ്, നമുക്ക് പുറത്തു പോവാം. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യ. വേഗം പോയി റെഡിയായി വാ. ഞാൻ വരുന്നില്ല അമ്മ. പറയുന്നത് കേക്കപ്പോ. അച്ഛൻ വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണെങ്കിൽ നീ അത് കാര്യാക്കണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെന്ന് റെഡിയാവ്. അപ്പോഴേക്ക് ഞാനും റെഡിയായി വരാം. എഴുന്നേക്കപ്പോ. ആ ഡേവിഡേ, കാര്യവട്ടത്ത് സൈറ്റിൽ നിന്ന് ലേബേഴ്സ് കുറവാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരമന സൈറ്റിൽ നിന്നോ നാലാഞ്ചിറ സൈറ്റിൽ നിന്നോ കുറച്ച് ആൾക്കാരെ വിട്ടുകൊടുക്കേണ്ടി വരും. ആ ഹമീദിനോട് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ ഓഫീസിൽ എത്തുമ്പോൾ ലേറ്റ് ആവും. ശരി, താൻ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുക. അത് ഞാൻ നോക്കിക്കോളാം, വേണ്ടത് ചെയ്യാം. ഇപ്പൊ അവിടുത്തെ വർക്ക് നടക്കട്ടെ. ശരി. ചായ. മാളു ആകെ വാശിയിലാണല്ലോ മുരളിയേട്ടാ. ഇന്നലത്തെ വഴക്കിന് ശേഷം അവൾ ഒരു വക കഴിച്ചിട്ടില്ല. ഇപ്പതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവൾ മൈൻഡ് ചെയ്യുന്നേയില്ല. വാശി എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട് ഒരു വാശി. കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. ഇല്ലാഞ്ഞിട്ടല്ലോ, വേണ്ടാഞ്ഞിട്ടല്ലേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പട്ടിണി കിടന്ന് അവള് വല്ല അസുഖവും വരുത്തി വെച്ചാലോ? എന്താന്ന് വെച്ചാ ആവട്ടെ, അല്ലാതിപ്പോ ഞാനെന്തു പറയാനാ? അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനുഷ്യനൂടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിൻ്റെ കൂടെ വീട്ടിലും സ്വസ്ഥത ഇല്ലാന്ന് വെച്ചാ പിന്നെ എന്തു ചെയ്യും? ഞാൻ പറയുന്നത് തല്ലിനും വഴക്കിനൊന്നും പോവാതെ മുരളിയേട്ടൻ അവളോട് സ്നേഹമായിട്ടൊന്ന് സംസാരിക്ക്. അപ്പൊ അവളുടെ ഈ വാശിയും പിണക്കമൊക്കെ മാറുമെങ്കിലോ? ഇപ്പൊ ഏതായാലും ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. സംസാരിച്ചു തുടങ്ങിയ മാള് വെറുതെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുള്ളൂ. പിന്നെ നിയന്ത്രണം വിട്ട് തല്ലിലും വഴക്കിലും ഒക്കെ അത് കലാശിക്കുകയുള്ളൂ. എന്തിനാ വെറുതെ? ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു അശ്വതി, അവൾ ഇനി എത്ര വാശി പിടിച്ചാലും VPയുടെ ഫാമിലിയുമായിട്ട് ഒരടുപ്പത്തിന് ഞാൻ സമ്മതിക്കില്ല. അപ്പുവിന്റെ കൂട്ടില്ലാതെ അവൾ കോളേജിൽ പോവാമെങ്കിൽ മാത്രം പോയാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പറ്റുവാണെങ്കിൽ നീ അവളുമായിട്ടൊന്ന് സംസാരിക്കേ. ആ പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അപ്പുവുമായി ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ലെന്ന് പറഞ്ഞേക്കണം.